നോക്കിയാലും ഉറങ്ങന്നെ. സജിനെ, ഓ അപ്പൊ ഉറങ്ങല്ലേ? അമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ട്. പിന്നല്ലാതെ എപ്പോ നോക്കിയാലും ഉറങ്ങന്നെ. എനിക്ക് ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ടൂടെ? ഞാനും ഒന്ന് വിചാരിച്ച് ഒന്ന് വൃത്തിയാക്കിയിടണമെന്ന്. ചെയ്തേക്കാം. എന്നാ വേഗം വൃത്തിയാക്കാൻ നോക്കട്ടോ. ശരി. എന്ത് പറ്റിയോ? പറഞ്ഞപ്പോ തന്നെ കേട്ടല്ലോ. ആ അമ്മ പറഞ്ഞതല്ലേ, എന്തായാലും വൃത്തിയാക്കിയിടാം. അപ്പൊ തുടങ്ങാം. പക്ഷെ എവിടുന്ന് തുടങ്ങും? കട്ടിലിന്റെ അടിയിൽ തന്നെ തുടങ്ങാം. ഇതൊക്കെ എന്താ? ഇനി എന്തൊക്കെ പൊങ്ങി വരുമോ ആവോ? ഇതെന്തൊരു പെട്ടി? തുറന്നു നോക്കാം. അർജുൻ, ഒന്നുമില്ല. നീ എന്തിനാ വിളിച്ചേ? ആ ഞാൻ ഇപ്പൊ വരാം. ചേട്ടാ, ചേട്ടോയ്. എന്താ? ചേട്ടൻ എന്ത് പറ്റി? ചേട്ടൻ എന്തിനാ കരയുന്നേ? ആരാ കരഞ്ഞേ? നിനക്ക് വെറുതെ തോന്നുന്നതാ. എനിക്ക് തോന്നുന്നല്ല. പറ ചേട്ടാ, എന്ത് പറ്റി? ഒന്നുമില്ല. ചേട്ടൻ എന്തിനാ ചേട്ടാ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളത്തരം പറയുന്നേ? എന്താന്ന് വെച്ചാ പറ. ശരി, ഞാൻ പറയാം. ഇതാരാന്നറിയാം നിനക്ക്? ഇത് ചേട്ടനല്ലേ? അത് ഞാൻ തന്നെയാ. പക്ഷെ എന്റെ കൂടെ ഇരിക്കുന്ന ആരാ അറിയോ? ഇതാരാ? എന്റെ ഫ്രണ്ടാ, അർജുൻ. പണ്ട് മുതലേ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ചേ ചെയ്യുള്ളൂ. ഓ, അത്രയ്ക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? അതെ. ഒരാളെ കണ്ടില്ലെന്നെങ്കിൽ ടീച്ചർമാരൊക്കെ ചോദിക്കായിരുന്നു മറ്റയാളെ എവിടെയെന്ന്. ഒരുമിച്ചേ നടക്കൂ, ഒരുമിച്ചേ ഇരിക്കൂ, അങ്ങനെ നടന്ന ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ചേട്ടാ ഇതുവരെ ഈ ചേട്ടനെ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അല്ല, ഇതിനിപ്പോ തന്നെ ഷെഡ് അടിച്ചിരിക്കുന്നേ. ചേട്ടൻ ഈ ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. എന്നായി ചേട്ടനെ പോയി കണ്ടൂടെ? പക്ഷേ എനിക്കിനി അവനെ കാണാൻ പറ്റൂല. അതെന്താ? അവനിപ്പോ ഇവിടെ ഇല്ല. ആ ചേട്ടനോട് പോയി പുറത്താ ജോലി ചെയ്യുന്നേ? അങ്ങനെയൊന്നുമല്ല. എനിക്കിനി അവനെ തീരെ കാണാൻ പറ്റൂല. അവന് ഒരു ആക്സിഡന്റ് പറ്റിയതാ. പിന്നെ അവനെ ഞങ്ങൾ ആരും കണ്ടില്ല. അയ്യോ, എന്ത് പറ്റിയതാ? ഞാൻ പറഞ്ഞില്ലേ, ഒരു ആക്സിഡന്റ് പറ്റിയതാ. അന്ന് ഞാൻ ഭയങ്കര ലേറ്റായി, അതാ പറ്റിയേ. അയ്യോ, സാരില്ല ചേട്ടാ. ചേട്ടൻ ഇങ്ങനെ സങ്കടപ്പെടണ്ട. സങ്കടം ഉണ്ടാവാതിരിക്കോ മീരെ? അയ്യോ, ചിന്നാണല്ലോ.